ഇപ്പോഴത്തെ ഇനാഗുറേഷൻ്റെയൊക്കെ എന്തൊക്കെ പറയുന്നു അഭിപ്രായങ്ങൾ? കുഴപ്പമില്ല. ഡ്രസ്സിങ്ങിനെയൊക്കെ പറ്റി ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. ഒരു വിവാദം. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഡ്രസ്സിങ്. പക്ഷേ ഏതായാലും ഒരു ഇനാഗുറേഷൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഡ്രസ്സുകളും ഒരുങ്ങാനും പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരുങ്ങാനും ഡ്രസ്സ് ചെയ്യാനും ചേരുന്ന ഡ്രസ്സുകൾ ഇടാൻ വെറൈറ്റികൾ ഇടാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അതുപോലെ ഇപ്പം വെറുതെ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ സാരി എടുത്തുകൊണ്ട് പോകാനാണോ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്? കല്യാണത്തിന് വരുമ്പോൾ കല്യാണത്തിൻ്റെ ആഡംബരം, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഏതൊരു ഫംഗ്ഷന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ആഡംബരത്തിലല്ലേ പോകേണ്ടത്. പിന്നെ അവരവരുടെ ഇഷ്ടത്തിൽ അവരോരോ ഡ്രസ്സ് ഇടുന്നത്. ഇപ്പം നീ ടീഷർട്ട് ഇട്ടേക്കുന്നു, അവർ ഷർട്ട് ഇട്ടേക്കുന്നു, അത് അവരവരുടെ ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ സാരിയിലായാലും അവരോരോ കോസ്റ്റ്യൂം മാറി മാറി ഉപയോഗിക്കുന്നു. എന്നാ പിന്നെ എടാ ഇപ്പം ചിലപ്പം പോകുന്നവർ കാണും ഹിജാബ് ഇട്ട് എത്രയോ പേര് ചെയ്യുന്നുണ്ട്. പർദ്ദ മൂടിയിട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലപ്പം ഞാൻ നാളൊരു കാലത്ത് എനിക്ക് പർദ്ദ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും പോകുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം. ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ പലതും വ്യത്യാസം. അത് അവരുടെ ക്യാരക്ടർ അനുസരിച്ചായിരിക്കും. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഇപ്പം ഞാൻ കാണുന്ന വ്യൂവിലായിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കാണുന്ന വ്യൂവിലായിരിക്കത്തില്ല ഞാൻ കാണുന്നത്. അവരവരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും അവരവരുടെ വ്യൂസ്. മനസ്സിൽ തോന്നുന്ന തുറന്നു പറഞ്ഞാലാണ് പ്രശ്നം. തുറന്ന് പറയേണ്ടത് തുറന്ന് പറയണോട്, അതും നമ്മളുടെ സ്പേസാണ്. കാരണം എന്ത് പറയണോ പറയണ്ടെന്നുള്ള അതും കൂടെ നമ്മൾ ചിന്തിക്കണം. ഏത് രീതിയിൽ എങ്ങനെ പറയണം, ഏത് പറയണ്ട എന്നുള്ള ചിന്ത നമ്മളെ കയ്യിലിരിക്കുക. പറയേണ്ടടുത്ത് പറയുക, പറയേണ്ടാത്തത് പറയണ്ട. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും. മറ്റുള്ളവർക്ക് വേദനിക്കുന്ന രീതിയിലാവരുതെന്നേ ഉള്ളൂ. ഇപ്പം നമ്മളായാലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറയും, നമ്മൾ 2-3 വട്ടം ചിന്തിക്കും അവർക്ക് പറഞ്ഞാൽ അതെങ്ങനെ ഫീൽ ചെയ്യും. പറയുന്ന ഒരു സ്ലാങ്ങും കണക്കിരിക്കും. അന്ന് മാറ്റി നിർത്തി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഷം വരത്തില്ല. പക്ഷെ എല്ലാവരുടെയും മുന്നിലിട്ട് പറയുമ്പോഴും അത് എല്ലാത്തിനും പറയുന്ന സ്ലാങ്ങും കൂടെ വ്യത്യാസമാണ്. ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക, ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക. എന്തുണ്ടെങ്കിലും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കണം. തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പല പല പണികൾ വരുത്തില്ലേ. പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം. പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം. ഇപ്പം എന്തുണ്ടെങ്കിലും നമ്മൾ ഒരു വർഷം പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രതികരിക്കണം എന്നുള്ള തോന്നൽ നമുക്ക് ആ സമയത്ത് തോന്നുമല്ലോ. നമ്മൾ എന്താണ് നമുക്കത് ഫീൽ ചെയ്തത്, നെഗറ്റീവാണോ പോസിറ്റീവാണോ, ആ സമയത്ത് പ്രതികരിക്കണം. അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതികരണമല്ല, അത് വേറെ എന്തെങ്കിലും ആവശ്യമായിരിക്കും. എനിക്കറിയില്ല. വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ആ സമയത്ത് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴായിരിക്കും അത് കറക്റ്റ്. നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഓരോ ലൈഫിൽ ഓരോ അനുഭവം ഉണ്ടാവും. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മൾക്ക് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ചിലപ്പം ഷോക്കായി പോകും. നമ്മൾ ആ ടൈമിൽ ഭയങ്കരമായിട്ട് നെർവസായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയായിരിക്കും. അങ്ങനത്തെ അവസ്ഥയിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. കരഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് പറയേണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അത് പ്രതികരിച്ചു. അവിടെ നമ്മളിപ്പോൾ പിടിക്കുന്ന പിടികളിലായാൽ പോലും ഒരാൾ നമ്മളെ പിടിക്കുമ്പോൾ അറിയാം ഏത് രീതിയിൽ അവർ പിടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ആ പിടുത്തം പിടിക്കുമ്പം നമ്മൾ പെട്ടെന്ന് നമ്മളെ തെറ്റിദ്ധാരണയാണോ എന്ന് നമ്മൾ പെട്ടെന്ന് ഷോക്കായിപ്പോൾ. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടെ ആകുമ്പോൾ ഷോക്കാവും. ആ ടൈമിൽ നമുക്കൊന്നും ചിലപ്പോൾ നമ്മൾ മിണ്ടാതെ പോകുമായിരിക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾക്കല്ല അതിന് പ്രതികരിക്കേണ്ടത്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, പറയേണ്ട സമയത്ത് പറഞ്ഞ് മുഖത്ത് നോക്കി പറയുവാണെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല. പറയാം ആ സ്പോട്ടിൽ ചിലപ്പം പറയുമ്പോൾ പറഞ്ഞ കണക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ പറയാതെ നമുക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോൾ. അങ്ങനത്തത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്നാലും 2-3-4 മാസം അങ്ങനെയൊക്കെ ഒന്നുമില്ല. ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസിനെയൊക്കെ ചേച്ചി അങ്ങനെ കാണുന്നത് നെഗറ്റീവ് കമൻസ്? എടാ എല്ലാവരും പറയുന്ന കണക്ക് ഞാൻ ഒന്നാമത്തെ വരെ ഞാൻ കമൻറ്റുകൾ നോക്കാറേ ഇല്ല.